My brother, my sister, എൻ്റെ സഹോദര സഹോദരി, the presence of God will make your enemies to be scattered. ദൈവത്തിൻ്റെ സാന്നിധ്യം നിങ്ങളുടെ ശത്രുക്കളെ ചിതറിക്കുവാനിടയായിത്തീരും. Your enemy of sickness, രോഗമാകുന്ന നിങ്ങളുടെ ശത്രു, your enemy of poverty, നിങ്ങളുടെ ജീവിതത്തിൽ ദാരിദ്ര്യം കൊണ്ടുവരുന്നതായ ശത്രു, enemy of all kinds of challenges, എല്ലാ തരത്തിലുള്ള വെല്ലുവിളികൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതായ ശത്രു, God will scatter them. അതെ, യഹോവയാം ദൈവം അതിനെ ചിതറിച്ചു കളയും. And he will give you reasons to rejoice. അതുകൊണ്ട് നിങ്ങൾക്ക് സന്തോഷിക്കുവാനുള്ള വക അവിടുന്ന് നൽകും. Romans chapter 8 verse 31 says like this. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം 31-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: If God is for me, who can be against me? ദൈവം എനിക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാര്? Psalms 91 says like this. സങ്കീർത്തനം 91 നാം ഇങ്ങനെ വായിക്കുന്നു: Thousands will fall on one side, 10,000 on the right side, yet no harm will come into the life of the children of God. ഒരു വശത്ത് 1000 പേരും മറുവശത്ത് 10,000 പേരും വീഴും, എങ്കിലും അത് എന്നോട് അടുക്കുകയില്ല. Psalms 34 says like this. സങ്കീർത്തനം 34 ഇങ്ങനെ വായിക്കുന്നു: The young lions may go hungry, but the children of God will lack nothing good in their life. ബാലസിംഹങ്ങളും ഇര കിട്ടാതെ വിശന്നിരിക്കും, എന്നാൽ യഹോവയെ അന്വേഷിക്കുന്നവർക്ക് യാതൊരു മുടക്കം വരികയില്ല. Psalms 121 talks about the security and the safety of God in your life. 121-ാം സങ്കീർത്തനത്തിൽ ദൈവം നൽകുന്ന സുരക്ഷിതത്വത്തെ കുറിച്ച് നാം വായിക്കും. But when will this happen? എന്നാൽ എപ്പോൾ ഇത് സംഭവിക്കും? When the presence of God is in your life. ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങളുടെ ജീവിതത്തിൽ വരുമ്പോൾ, When the presence of God is in your family. നിങ്ങളുടെ കുടുംബത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുമ്പോൾ. You know, when you read 2 Samuel chapter 6, 2 ശമൂവേൽ 6-ാം അധ്യായം നാം വായിക്കുമ്പോൾ, it talks about David bringing the ark of the Lord from the Philistines. അവിടെ നാം വായിക്കുന്നു, ദാവീദ് ഫെലിസ്ത്യരുടെ കയ്യിൽ നിന്ന് ദൈവത്തിന്റെ പെട്ടകം രക്ഷിച്ചു കൊണ്ടുവരും. And he is bringing it to the city of David. അവൻ ദാവീദിന്റെ പട്ടണത്തിലേക്ക് പെട്ടകം But കൊണ്ടുവരികയാണ്. suddenly a tragedy strikes. എന്നാൽ അവിടെ ഒരു ദാരുണമായ സംഭവം നടക്കും. Something happens and somebody dies. അവിടെ മരണം സംഭവിക്കുന്നു. And David is scared. ദാവീദ് ഭയപ്പെട്ടു പോയി. He doesn't want to take it back home. ആ പെട്ടകം വീണ്ടും ഭവനത്തിലേക്ക് Now കൊണ്ടുപോകുവാൻ what he has to do? എന്താണ് അവൻ ചെയ്യേണ്ടത്? He does not know what to do. എന്ത് ചെയ്യണമെന്ന് അവൻ അറിയില്ല. He finds somebody and he keeps the ark of the Lord there. അതുകൊണ്ട് അവൻ ആ പെട്ടകം മറ്റാർക്കോ കൊടുത്തു. But later he understood one thing. എന്നാൽ അവൻ പിന്നീട് ഒരു കാര്യം മനസ്സിലാക്കി. The ark of the Lord is the reason for the blessing of Obed-Edom. അതെ, ഓബേദ്ഏദോമിന്റെ വീടിന്റെ ഭവനത്തിന്റെ അനുഗ്രഹത്തിന് കാരണം ഈ പെട്ടകമാണെന്ന് അവൻ മനസ്സിലാക്കി. David understood this. അതുകൊണ്ട് ദാവീദ് ഇത് മനസ്സിലാക്കി. So David rushes to the house of Obed-Edom. അതുകൊണ്ട് ദാവീദ് ഓബേദ്ഏദോമിന്റെ ഭവനത്തിലേക്ക് പോയി. And he starts this journey again of the ark of the Lord from the house of Obed-Edom to the city of David in Jerusalem. അതുകൊണ്ട് അവൻ ഓബേദ്ഏദോമിന്റെ ഭവനത്തിൽ നിന്ന് ആ പെട്ടകം തന്റെ പട്ടണത്തിലേക്ക് കൊണ്ടുവരുവാനായി കാര്യങ്ങൾ. And now he's exceedingly describing the presence of God. ഇപ്പോൾ അവനത് ആ പെട്ടകത്തെ കുറിച്ച്, ആ ദൈവത്തിന്റെ സാന്നിധ്യത്തെ കുറിച്ച് അവർണ്ണനീയമായ രീതിയിൽ അവൻ വർണ്ണിക്കുകയാണ്. Actually, what is David saying here? ഇവിടെ ദാവീദ് എന്താണ് പറയുന്നത്? God, your presence has been brought into the city of David in Jerusalem. അവിടെ പറയുകയാണ്, ദൈവത്തിന്റെ പെട്ടകം, ദൈവത്തിന്റെ സാന്നിധ്യം തന്റെ പട്ടണത്തിലേക്ക് വന്നതിനെ കുറിച്ച്. Listen to me very carefully. I'm going to close now. എന്റെ വാക്കുകളെ ശ്രദ്ധിച്ചാലും ഞാൻ വാക്കുകൾ ചുരുക്കുകയാണ്. David is saying, ദാവീദ് പറയുകയാണ്, God, your presence has come into my city now. ഇപ്പോൾ ഇതാ ദൈവമേ, നിന്റെ സാന്നിധ്യം എന്റെ പട്ടണത്തിലേക്ക് വന്നിരിക്കുന്നു. I have brought the ark of the Lord. അതെ, ഞാൻ ദൈവത്തിന്റെ പെട്ടകം എന്റെ പട്ടണത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. And because your presence is here, I know one thing. നിന്റെ സാന്നിധ്യം ഇവിടെ ഉള്ളത് കൊണ്ട് എനിക്കൊരു കാര്യം അറിയാം. My city, my kingdom has been fortified. എന്റെ രാജ്യം, എന്റെ പട്ടണം ഇതാ ഉറപ്പുള്ളതായി തീർന്നു. Now I can rest because you are going to fight for me. എനിക്ക് ഇനി വിശ്രമിക്കാം, കാരണം നീ എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യും. Because I am not the head of Israel anymore, but you are the head because your presence is here. അതെ, ഇസ്രായേലിന്റെ അധിപതി, ഇസ്രായേലിന്റെ നായകൻ ഞാനായിരിക്കുകയില്ല, ഇനി നീ ആയിരിക്കും. Now the battles that I have to fight, I know I don't have to fight, you will fight because you are dwelling in the city of David. ഞാൻ നേരിടേണ്ടതായ യുദ്ധങ്ങളൊന്നും ഇനി എന്റേതല്ല, നീ ഇപ്പോൾ ഇവിടെ വസിക്കുന്നത് കൊണ്ട്, നീ ഇപ്പോൾ നിന്റെ സാന്നിധ്യം ഇവിടെ ഉള്ളത് കൊണ്ട് അതൊക്കെയും
നിന്റെ നിയന്ത്രണത്തിലായിരിക്കും. What is David saying? ദാവീദ് എന്താണ് പറയുന്നത്? Lord, you will arise, I know for me, because your presence is here. അതെ, യഹോവേ നീ എഴുന്നേൽക്കണമേ, കാരണം നിന്റെ സാന്നിധ്യം ഇവിടെയുണ്ട്. Why is he quoting Moses here? എന്തുകൊണ്ടാണ് മോശ പറഞ്ഞ കാര്യങ്ങൾ ദാവീദ് ഇവിടെ വീണ്ടും പറയുന്നത്? Because he knew when Moses was doing his journey, they had victories over kingdoms after kingdoms, not because of their abilities, only because the presence of God was going with them. ദാവീദിന് ഒരു കാര്യം അറിയാം, മോശയും തന്റെ ഇസ്രായേൽ മക്കളും അവിടെ നിന്ന് യാത്ര തിരിച്ച് ധാരാളം രാജാക്കന്മാരെ, രാജ്യങ്ങളെ കടന്ന് അവർ മുന്നേറിയതിന്റെ ഒരേ ഒരു കാരണം അവരോടൊപ്പം ഉണ്ടായിരുന്ന ദൈവ സാന്നിധ്യമായിരുന്നു. Why is David saying arise, O God? എന്തുകൊണ്ടാണ് ദാവീദ് ഇവിടെ ദൈവമേ എഴുന്നേൽക്കണമേ എന്ന് പറയുന്നത്? Because he knows the presence of God will make God to rise up for him. അതുകൊണ്ട് ഒരു കാര്യം അവനറിയാം, ദൈവത്തിന്റെ സാന്നിധ്യം അവിടെ ഉള്ളത് കൊണ്ട് അവിടുന്ന് എഴുന്നേൽക്കുമെന്ന്. And what is David saying? ദാവീദ് എന്താണ് പറയുന്നത്? Lord, your presence is here in my city now. അതെ, ദൈവമേ യഹോവേ നിന്റെ സാന്നിധ്യം എന്റെ പട്ടണത്തിലുണ്ട്. Now I don't have to worry about my enemies. എന്റെ ശത്രുക്കളെ കുറിച്ച് ഇനി എനിക്ക് വ്യാകുലപ്പെടേണ്ട ആവശ്യമില്ല. You will scatter them. നീ അവരെ ചിതറിക്കും. You will make them melt like wax. നീ അവരെ മെഴുകുപോലെ ഉരുക്കും. But when I have your presence in my city, ഞാൻ എന്റെ പട്ടണത്തിൽ നിന്റെ സാന്നിധ്യത്തിൽ ഇരിക്കുമ്പോൾ, all I'm going to do is just enjoy, ഞാൻ have joy and exceedingly rejoice. ഞാൻ ചെയ്യേണ്ടതായ കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ. ഞാൻ നിന്നിൽ സന്തോഷിക്കും, ഞാൻ നിന്നിൽ ആനന്ദിക്കും, അത് ഞാൻ അനുഭവിക്കും. My life is going to be easy. എൻ്റെ ജീവിതം വളരെ ലളിതമായി, വളരെ ഈസി ആയി തീരും. Your presence, നിന്റെ സാന്നിധ്യം, your presence, അവിടുത്തെ സാന്നിധ്യം, that makes the difference, Lord. അത് എൻ്റെ ജീവിതത്തിൽ വ്യത്യാസത്തെ കൊണ്ടുവരും. My brother, my sister, എൻ്റെ സഹോദര സഹോദരി, the presence of God will make your enemies to be scattered. ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങളുടെ ശത്രുക്കളെ ചിതറിക്കുവാനിടയായിത്തീരും. Your enemy of sickness, രോഗമാകുന്ന നിങ്ങളുടെ ശത്രു, your enemy of poverty, നിങ്ങളുടെ ജീവിതത്തിൽ ദാരിദ്ര്യം കൊണ്ടുവരുന്നതായ ശത്രു, enemy of all kinds of challenges, എല്ലാ തരത്തിലുള്ള വെല്ലുവിളികൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതായ ശത്രു, God will scatter them. അതെ, യഹോവയാം ദൈവം അതിനെ ചിതറിച്ചു കളയും. And he will give you reasons to rejoice. അതുകൊണ്ട് നിങ്ങൾക്ക് സന്തോഷിക്കുവാനുള്ള വക അവിടുന്ന് നൽകും. Do you want to invite the presence of God into your house today? നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ കുടുംബത്തിലേക്ക് ഇന്ന് ദൈവത്തിന്റെ സാന്നിധ്യത്തെ ക്ഷണിക്കുവാൻ നിങ്ങൾ ഒരുക്കമാണോ? Would you make that commitment today? ഇന്ന് നിങ്ങൾക്ക് അങ്ങനെ ഒരു തീരുമാനമെടുക്കുവാനായിട്ട് കഴിയുമോ? Lord, little more prayer in my house. അതെ, എൻ്റെ ജീവിതത്തിൽ കുറച്ചുകൂടെ ഞാൻ പ്രാർത്ഥിക്കും. Lord, little more praise and little more worship. കുറച്ചുകൂടെ ദൈവത്തെ സ്തുതിക്കുവാൻ, draw even little more closer to you. നിന്നോട് കൂടുതൽ അടുക്കുവാൻ I need your presence. എനിക്ക് നിന്റെ സാന്നിധ്യം വേണം.